ഹലോ ഗൈസ്, നമ്മുടെ പ്രഭാസൊക്കെ നായകനായി എത്തിയ രാജാ സാബിന്റെ ടീസർ വന്നിട്ടുണ്ട്. 10:52 ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ വന്നപ്പം ഏകദേശം 11 ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ ടീസർ ഒന്ന് റിയാക്ട് ചെയ്യാം. ഏതായാലും എല്ലാ ഭാഷയിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മലയാളം തന്നെ കണ്ടു നോക്കാം. നമുക്കപ്പം ഹെഡ്സെറ്റ് വെച്ച് തന്നെ കേൾക്കാം ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഏതായാലും അത് എഴുതി കാണിക്കുമായിരിക്കുമല്ലോ ആദ്യം. പ്രേതാലയം വീടിന്റെ ദേഹമാണ് ഈ സമ്പത്തിന്റെ ജീവനും. ആയിക്കോട്ടെ. അയ്യേ, ആ പൂച്ച ശരിയായില്ല. ഇതെല്ലാം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. മതി. പ്രഭാസ്. ഹലോ ഹലോ, വണ്ടി കുറച്ച് മെല്ലെ, അല്ലെങ്കിലേ നമ്മുടെ ലൈഫ് അത്രയേ ഉള്ളൂ. സത്യം. നിങ്ങൾ ചെയ്ത പാപം എന്താണ്? പറയൂ. പാപം ഉണ്ണിയനൊക്കെ എന്തിനാ ഡിഗ്നിഫൈഡ് ലവ് ചെയ്യുമ്പോ. ഇതിനകത്ത് കുറെ നായികമാരുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് അത് മൊത്തത്തിൽ സീൽ ചെയ്ത് കളഞ്ഞില്ലെന്നേ. മേഡം, അത് പിന്നെ കുടിച്ചത് കുറച്ച് കൂടിപ്പോയത് കൊണ്ടാ. കുതിര, ആന. അയ്യോ, ഇങ്ങനെ വരുന്നത് ജാക്കി ഷെഫ്. രാജാ സാബ്. അയ്യോ, മുത്തശ്ശൻ വയറ് കടിച്ചു മുറിച്ചോന്ന് പുറത്തുപോയി നോക്കടാ. The biggest horror fantasy ever in Indian cinema. ചുമ്മാ December 5 ഇറങ്ങി കഴിഞ്ഞു. ടീസർ കണ്ടിട്ട് എനിക്ക് വലിയ ഹൈപ്പൊന്നും തോന്നിയില്ല. മലയാളം ഡബിങ് പിന്നെ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ VFX പരിപാടിയൊക്കെ ആണെങ്കിലും ചിലയിടത്ത് നല്ലതായിട്ടൊക്കെ തോന്നി. ചിലയിടത്തൊക്കെ എവിടേക്കോ എന്തൊക്കെയോ പോരായ്മ പോലെ. ആദ്യം കാണിച്ച പൂച്ചയൊക്കെ ആണെങ്കിലും അത്ര നന്നായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാണുന്ന എല്ലാവർക്കും ഒരു അഭിപ്രായമായിരിക്കും. പിന്നെ ജാക്കി ഷെറഫ് ഇതിനകത്ത് എനിക്ക് ഒന്ന് 2 ഗെറ്റപ്പി വരുന്നുണ്ടെന്ന്. ആദ്യം ഒരു വയസ്സനായ ഒരു മുത്തച്ഛന്റെ ഒരു ഗെറ്റപ്പി വന്നു. പിന്നെ രണ്ടാമത് വേറൊരു ഗെറ്റപ്പിൽ വന്നായിരുന്നു. അതുപോലെ പ്രഭാസ് ഇതിനകത്ത് 2 ഗെറ്റപ്പിലായിരുന്നു എന്നാണ് തോന്നുന്നു നേരത്തെ പറഞ്ഞു. അതായത് ഫസ്റ്റ് ലുക്കോ ഏതാണ്ടൊരെണ്ണം ഇറങ്ങിയപ്പം ഇച്ചിരി പ്രായമുള്ള ഒരു ഗെറ്റപ്പ് കാണിച്ചായിരുന്നു. ആ ഒരു ഗെറ്റപ്പ് ഇതിനകത്ത് ഞാൻ കണ്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ടില്ല, കാണിച്ചാലല്ലേ കാണൂ. പിന്നെ ഇതിനകത്ത് 3 നായികമാരുണ്ട്. പിന്നെ ഇതിനകത്ത് അവർ കാണിക്കുന്ന കോമഡി ആയിട്ട് വരുന്ന സാധനമൊന്നും അത്ര കോമഡി ആയിട്ടോ അല്ലെ ചിരിക്കാനുള്ള സാധനമോ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇടയ്ക്ക് ആ ഒരു ബിൽഡിംഗ് ഒക്കെ കത്തി കുറച്ച് തീയുടെ പരിപാടി കാണിച്ചത് കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ ആ പ്രേതത്തിനെയൊക്കെ കാണിക്കുന്ന വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാ ഹൊറർ പടത്തിലും അതൊക്കെയാണല്ലോ കാണിക്കുന്നത്. ഈ പടം എങ്ങും വിജയിച്ചില്ലെങ്കിലും ഹിന്ദിയിലൊക്കെ എന്തായാലും വിജയിക്കും. കാരണം അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഹൊറർ കോമഡി ആണല്ലോ. അവിടെ നല്ല കളക്ഷനും കിട്ടും. തമിഴിലാണേലും വിജയിക്കും, തെലുങ്കിലും വിജയിക്കും. പിന്നുള്ള കാര്യം മലയാളത്തിലാണ്. മലയാളത്തിൽ വിജയിക്കുമോ ഇല്ലയെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹൊറർ ഫാന്റസി പടമാണ് ഇതെന്നാണ് അവര് പറഞ്ഞേക്കുന്നത്. അതിപ്പം അങ്ങനെയാണോ ഇല്ലയോ എന്ന് നമ്മൾക്ക് December 5 വരെ വെയിറ്റ് ചെയ്യണം. December 5 ഇതിന്റെ റിലീസ്. അപ്പം അന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. മൊത്തത്തിൽ ടീച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഓക്കെ, ബൈ.